ഇന്നിപ്പോൾ എടുത്ത ഒരു തീരുമാനം ചെറിയ തീരുമാനമാണെന്ന് തോന്നുമെങ്കിലും ഒരു വലിയ പരാതിക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഈ ഇവിടെ വന്ന് മുറിയെടുക്കുന്നവർക്കും ഈ പൈസ തിരിച്ചു കിട്ടുന്നില്ല എന്നൊരു പരാതി പലപ്പോഴും ആൾക്കൂട്ടം കാരണം കൗണ്ടറിലുള്ള ആൾക്കൂട്ടം കാരണം അവർ വാങ്ങാതെ പോക്കളയും. അതൊക്കെ ശബരിമലയ്ക്ക് നമ്മൾ ദേവസ്വം ബോർഡിനാണ് മോശമായിട്ട് വരുന്നത്. ശബരിമലയിൽ മുറിയെടുത്താൽ പണം തിരിച്ച് കിട്ടുന്നില്ല, ഡെപ്പോസിറ്റ് തിരിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ വ്യാപകമായ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കേണ്ട റീഫണ്ട് തുക തിരിച്ചു കൊടുക്കാതിരിക്കരുത്, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകരുത്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു. കാരണം വലിയ തിരക്കാണെങ്കിൽ ആ കൗണ്ടറിൽ അവർ നിൽക്കില്ല, അവർക്ക് ബസ് പിടിക്കാനുണ്ടാവും, സമയത്ത് തിരിച്ചു പോകാനുണ്ടാവും, അത് ഉപേക്ഷിച്ചിട്ട് പോകും. ഉപേക്ഷിച്ചാലും ഭക്തൻ്റെ മനസ്സിൽ ഇത് കിടക്കുക, എനിക്ക് കിട്ടേണ്ടത് 400 രൂപ അവിടെ വെറുതെ പോയല്ലോ എന്ന് കിടക്കുക. അതുകൊണ്ട് റീഫണ്ടിന് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് കൗണ്ടർ ഈ അക്കോമഡേഷൻ ഓഫീസിൽ അവിടെ ഇനി മുതൽ പ്രവർത്തിക്കും. ആ കൗണ്ടറിൽ വേറെ ഒരു പ്രവർത്തനം ഉണ്ടാവില്ല, ഓൺലി റീഫണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കൂട്ടംകാരന് റീഫണ്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇനി ശബരിമലയിൽ ഉണ്ടാവില്ല. അർഹതപ്പെട്ട എല്ലാ പണവും റീഫണ്ട് ചെയ്യാനുള്ള ക്രമീകരണം നമ്മൾ നടത്തുകയാണ്. ഒരു വലിയ പരാതിയാണ്, ചെറിയ കാര്യമായിട്ട് തോന്നാം, 10-500 മുറിയേ ഉള്ളൂ എങ്കിൽ പോലും ഒരു ചെറിയ പരാതി അല്ലാതെ നമ്മൾ അർഹതപ്പെട്ട പണം തിരിച്ചു കൊടുക്കാതെ സൂക്ഷിക്കേണ്ട കാര്യമില്ല. അതിനുള്ള ക്രമീകരണം നടത്തിയിരിക്കുകയാണ്. ഇനി സോഫ്റ്റ്വെയറിൽ ചില മാറ്റങ്ങൾ വന്നാൽ അങ്ങനെ തിരിച്ചു കിട്ടേണ്ട പൈസ ബാങ്കിലേക്ക് തന്നെ തിരിച്ചു പോകാൻ കുറച്ചും കൂടി അത് പരിശോധിക്കേണ്ടതാണ്, അതും ചെയ്യും.